പൊതുസ്ഥലങ്ങളിലെ പ്രചരണങ്ങൾക്കും ബോർഡുകൾക്കും നിയന്ത്രണം ഏർപ്പെടുത്തിയ ഹൈക്കോടതി ഉത്തരവിൽ സർക്കാർ നടപടി. വിഷയത്തിൽ സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നു. നിയമവിരുദ്ധമല്ലാത്ത സാധന സാമഗ്രികൾ ഉപയോഗിച്ചുള്ള പ്രചരണം നടത്താമെന്നായിരിക്കും നിയമ ഭേദഗതി. ഇതിനായി ചെറിയ ഫീസ് ഈടാക്കുമെന്നും മന്ത്രി എം പി രാജേഷ് നിയമസഭയിൽ പറഞ്ഞു. ജനകീയ പ്രശ്നങ്ങളും സമരങ്ങളും അടക്കം ജനങ്ങളിലെത്തിക്കാനുള്ള പ്രചരണ ബോർഡുകൾക്കും ബാനറുകൾക്കുമെതിരെ ഹൈക്കോടതി തുടർച്ചയായി വിമർശനങ്ങൾ ഉന്നയിച്ച പശ്ചാത്തലത്തിലാണ് സർക്കാർ നിയമ ഭേദഗതി കൊണ്ടുവരുന്നത്. ഭരണപക്ഷത്തു നിന്ന് ഇ.കെ. വിജയൻ MLA ആണ് സഭയുടെ ശ്രദ്ധ ഇക്കാര്യത്തിലേക്ക് ക്ഷണിച്ചത്. പ്രചരണ ബോർഡുകൾ സ്ഥാപിക്കുന്നതടക്കമുള്ള ജനാധിപത്യ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിന് നിയമനിർമ്മാണം നടത്തണമെന്നായിരുന്നു ശ്രദ്ധ ക്ഷണിക്കലിലൂടെ ഇ.കെ. വിജയൻ ആവശ്യപ്പെട്ടത്. കേരള സമൂഹമാകെ ഗൗരവപൂർവ്വം ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഈ ശ്രദ്ധ ക്ഷണിക്കലിലൂടെ അവതരിപ്പിക്കുന്നത്. ബഹുമാനപ്പെട്ട കേരള ഹൈക്കോടതിയുടെ ഇടപെടലിനെ തുടർന്ന് പൊതുപരിപാടികൾ സംഘടിപ്പിക്കുന്ന സംഘാടകരും ലോക്കൽ ബോഡിയുടെ സെക്രട്ടറിമാരും ഒക്കെ പ്രയാസത്തിലാണ്. നാം സഞ്ചാര സ്വാതന്ത്ര്യത്തിനെതിരല്ല. പെട്ടെന്നുള്ള പ്രതിഷേധ പ്രകടനങ്ങളല്ലാതെയുള്ള പ്രകടനങ്ങളും യോഗങ്ങളും അനുമതി കൂടി വാങ്ങിയാണ് നടക്കുന്നത്. പ്രകടനങ്ങൾ വഴി വഴിയാത്രക്കാർക്ക് തടസ്സമാവാറില്ല. വിഷയത്തിൽ നിയമ ചട്ടഭേദഗതി കൊണ്ടുവരുമെന്ന് മന്ത്രി എം പി രാജേഷിന്റെ മറുപടി. സർക്കാർ കോടതി നിർദ്ദേശങ്ങളുടെ അടിസ്ഥാനത്തിൽ നടപടികൾ സ്വീകരിക്കുകയും ബഹുമാനപ്പെട്ട കോടതി സമക്ഷം അഫിഡവിറ്റുകൾ സമർപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ വിഷയത്തിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി 4/1/2025 ഒരു യോഗം ചേർന്നു. ഹൈക്കോടതി ഉത്തരവുകളുടെ അന്തസ്സത്ത ഉൾക്കൊണ്ടുകൊണ്ടും സുരക്ഷയ്ക്ക് ഭീഷണിയില്ലാത്ത തരത്തിലും പരസ്യപ്രചരണ പ്രവർത്തനങ്ങൾ നടത്തുന്നതിന് ഒരു മിതമായ നിരക്കിൽ ഒരു നിശ്ചിത ഫീസ് ഈടാക്കിക്കൊണ്ട് ജനങ്ങൾക്ക് ബുദ്ധിമുട്ടില്ലാത്ത തരത്തിൽ നിയമവിരുദ്ധമല്ലാത്ത സാമഗ്രികൾ ഉപയോഗിച്ചുകൊണ്ടുള്ള പ്രചരണം നടത്തുന്നതിന് ആവശ്യമായ നിയമ ചട്ട ഭേദഗതികൾ കൊണ്ടുവരാൻ തീരുമാനമെടുത്തിട്ടുണ്ട്. കൈരളി ന്യൂസ്, തിരുവനന്തപുരം.